രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ലിയ കിച്ചണിലോട്ട് വരുമ്പോഴാണ് ഷാന കോളേജിൽ പോകാനുള്ള ഒരുക്കങ്ങളുമായി നടക്കുന്നത് കണ്ടത്. ഉമ്മ, എന്റെ ആ ഗ്രീൻ കളർ ടോപ്പ് കണ്ടോ? അത് ഞാൻ നിന്റെ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്നോട് വന്ന് ചോദിക്കുന്ന സമയം കൊണ്ട് ആ വാർഡ്രോബ് തുറന്ന് നോക്കിക്കൂടെ? ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് നടക്കുന്നതിനിടയിൽ ആമിന അവളോട് മറുപടി പറഞ്ഞു. ഷാന, ഇന്നു മുതൽ ലിയയും നിന്റെ കൂടെ കോളേജിൽ വരുന്നുണ്ട്. പിറകിൽ നിന്നും കേട്ട ശബ്ദത്തിൽ മൂവരും തിരിഞ്ഞു നോക്കി. ഓഫീസിൽ പോകാൻ റെഡിയായി നിൽക്കുന്ന ഷാനുവിനെ കണ്ടതും ആമിന സംശയത്തോടെ അവനെ നോക്കി. എന്താ ഷാനു, നീ പറഞ്ഞത്? കേട്ടത് ശരിയാണോ എന്നുറപ്പിക്കാനായി അവർ ഒന്നുകൂടി ചോദിച്ചു. എന്താ ഞാൻ പറഞ്ഞത് ഉമ്മ കേട്ടില്ലേ? എങ്കി ഒന്നുകൂടി പറയാം. ഇന്നു മുതൽ ഷാനയുടെ കൂടെ ലിയയും കോളേജിൽ പോകുന്നുണ്ടെന്ന്. ഇനിയെന്തിനാ അവൾ വീണ്ടും പഠിത്തം തുടരുന്നേ? കല്യാണം കഴിഞ്ഞാ പിന്നെ പെണ്ണിന്റെ ലോകം ഭർത്താവും അവന്റെ വീടും മാത്രമാണ്. കടുപ്പത്തിൽ ലിയയെ ഒന്ന് നോക്കിക്കൊണ്ടാണ് ആമിന പറഞ്ഞത്. എന്റെ ഉമ്മ, നിങ്ങളിത് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്? ഇപ്പോ പഠിപ്പും ജോലിയില്ലാത്ത പെണ്ണുങ്ങൾ തന്നെ കുറവാ. അല്ലെങ്കിലും പഠിത്തം നിർത്തി ഇവിടെ ഇരുന്നിട്ട് എന്ത് കിട്ടാനാ? വീട്ടുജോലി എടുക്കാനാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ സെർവൻസുമുണ്ട്. പിന്നെ വെറുതെ എന്തിനാ അവളുടെ വിദ്യാഭ്യാസം നമ്മളായിട്ട് മുടക്കുന്നേ? ഷാനു പറഞ്ഞതൊക്കെയും അംഗീകരിക്കാൻ ആമിനയ്ക്ക് സാധിച്ചില്ല. കാര്യം പെൺകുട്ടികൾ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ഇഷ്ടമാണെങ്കിലും ലിയയെ അങ്ങനെ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടാൻ മാത്രം അവരുടെ ഉള്ളിലെ വൈരാഗ്യം അനുവദിച്ചില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ താളത്തിനൊത്ത് തുള്ളാൻ ഞാൻ നിൽക്കില്ല. ആമിന ഒരു വിധത്തിലും അവളെ പോകാൻ അനുവദിക്കില്ല എന്ന് ഒറ്റക്കാലിൽ നിന്നു. അങ്ങനെ ഇപ്പോ അവൾ ഇവിടെ നിന്നും രക്ഷപ്പെടേണ്ട. ഷാനു ഇല്ലാത്തപ്പോഴേ താൻ അവൾക്കായി ഒരുക്കിയ കെണിയിൽ അവളെ വീഴ്ത്താൻ പറ്റുകയുള്ളൂ എന്നവർക്ക് നന്നായി അറിയാം. എന്നാൽ കോളേജിൽ പോക്ക് തുടങ്ങിയ അവളെ പിന്നെ വൈകുന്നേരം വരെ കയ്യിൽ കിട്ടില്ല. അതിനുശേഷം ഷാനുവും ഇങ്ങെത്തും. അതുകൊണ്ട് ഒരു വിധേനയും അവളെ പോകാൻ അനുവദിക്കില്ല എന്നവർ കണക്കുകൂട്ടി. ഷാന, എങ്കി ഇനി മുതൽ നീയും കോളേജിൽ പോകണ്ട. എടുത്തടിച്ചതുപോലുള്ള അവന്റെ പറച്ചിലിൽ ഷാനയും ഉമ്മയും ഒരുപോലെ ഞെട്ടി. ഇക്ക, അതിനെ ഞാനെന്ത് ചെയ്തു? എന്തൊക്കെ ഉടായ്പകൾ കാട്ടിയാലും ഷാനയ്ക്ക് കോളേജിൽ പോകാൻ അത്രയും ഇഷ്ടമാണ്. തന്റെ കൂട്ടുകാരത്തുമുള്ള ആ സമയങ്ങളത്രയും അവൾ നന്നായി എൻജോയ് ചെയ്യാറുണ്ട്. എന്നാ പഠിത്തത്തിൽ ഉഴപ്പി നടക്കാറുമില്ല. അവളെ എന്തിനാ നീ തടയുന്നേ? ആമിന ദേഷ്യത്തോടെ തന്നെയാണ് ചോദിച്ചത്. ഉമ്മയല്ലേ പറഞ്ഞത് ലിയ പോകേണ്ടെന്ന്. അപ്പൊ പിന്നെ അവളും പഠിത്തം നിർത്തട്ടെ. ലിയ നിന്റെ ഭാര്യയാണ്. എന്നാ ഷാനമോളുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അത് കഴിഞ്ഞാ അവളും നിർത്തിക്കോട്ടെ. ആമിന ഷാനുവിനോട് വാദിച്ചു ജയിക്കാനായി തന്നെ കച്ച കെട്ടിയിറങ്ങി. എങ്കി ഷാനയുടെ കല്യാണവും നമുക്ക് എത്രയും പെട്ടെന്ന് നടത്താം. ഞാൻ പറ്റിയ ചെക്കന്മാരെ അന്വേഷിക്കട്ടെ. അത് കേട്ടതും ആമിന ഒന്നയഞ്ഞു. കാരണം ഷാനയ്ക്ക് പഠിച്ച് നല്ല ജോലിയൊക്കെ ആയിട്ട് മതി കല്യാണം എന്നവർ നേരത്തെ കണക്കൂട്ടി വെച്ചതായിരുന്നു. നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ച ചെയ്യ്. ഷാനുവിനെയും ലിയയെയും രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് ആമിന അകത്തേക്ക് നടന്നു. തന്നോട് ഇതുവരെ എതിർത്ത് ഒരക്ഷരം പോലും പറയാത്ത തന്റെ മകൻ ഇന്ന് അവൾക്ക് വേണ്ടി തർക്കിക്കാൻ വരെ മുതിർന്നത് അവൾ പറഞ്ഞിട്ടായിരിക്കും എന്നവർ കരുതി. അതുകൊണ്ട് തന്നെ ലിയയോട് മുമ്പത്തേക്കാൾ കൂടുതൽ പകയും ദേഷ്യവും ആമിനയ്ക്കുണ്ടായി. അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം എന്നവർ തീരുമാനിച്ചു. ഷാനു, എന്തിനാ എനിക്ക് വേണ്ടി ഉമ്മയോട് എതിർത്ത് സംസാരിച്ചത്? ആമിനയുടെ ദേഷ്യത്തോടെയുള്ള പോക്ക് നോക്കിക്കൊണ്ട് സങ്കടത്തോടെ ലിയ ഷാനുവിനോട് ചോദിച്ചു. എന്റെ പെണ്ണെ, ഞാനിപ്പോ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഉമ്മ നിന്നെ കോളേജിൽ പോകാൻ അനുവദിക്കുമായിരുന്നോ? അവളുടെ താടിയിൽ പിടിച്ച് ഒന്ന് വിലച്ചുകൊണ്ട് ഷാന ചോദിച്ചു. എന്നാലും ഉമ്മാക്കിപ്പോ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ എന്നോട് ദേഷ്യമായിട്ടുണ്ടാകും, അതുറപ്പാ. കണ്ണിൽ വെള്ളം നിറച്ചു പറയുന്നവളെ അവൻ
സ്നേഹത്തോടെ നോക്കി. എന്റെ ലിയ, അല്ലെങ്കിലും ഉമ്മാക്ക് നിന്നോടുള്ള ഈ പെരുമാറ്റം അത്ര പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല. അത് പതിയെ പതിയെ നമുക്ക് മാറ്റിയെടുക്കാന്നേ. നീ ഇപ്പോ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. നീ വേഗം പോയി റെഡി ആയിട്ട് വാ. ഞാൻ തന്നെ നിന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ ഷാനയോ? ലിയ സംശയത്തോടെ ചോദിച്ചു. അവളെന്നും അവളുടെ കാറിലാ പോകുന്നേ. പിന്നെ ഇടക്കൊക്കെ ഞാൻ ഡ്രോപ്പ് ചെയ്യും. അതും പറഞ്ഞവൻ ലിയയെ റെഡിയാവാനായി റൂമിലേക്ക് പറഞ്ഞയച്ചു. ബ്ലാക്ക് കളർ സിമ്പിൾ അനാർക്കലി ഡ്രസ്സിട്ട് വരുന്നവളെ അവൻ ഒരു നിമിഷം കൊതിയോടെ നോക്കി നിന്നു. ആ കളറിൽ അവളുടെ നിറം ഒന്നുകൂടി കൂടിയതുപോലെ അവന് തോന്നി. കൂടാതെ കണ്ണിലെ നീട്ടിയുള്ള വരയും അവളിലെ ഭംഗി ഒന്നുകൂടി കൂട്ടി. ഞാൻ ഉമ്മാമയോട് പറഞ്ഞിട്ട് വരാമേ. അടുത്തു വന്ന് അവൾ പറഞ്ഞപ്പോഴാണ് അവൻ അവളിലെ നോട്ടം മാറ്റിയത്. എന്ത് മൊഞ്ച ഈ പെണ്ണിനെ കാണാൻ! ഒരു ചിരിയോടെ അവനോട് തന്നെ പറഞ്ഞവൻ. ഉമ്മാമ, ഞാൻ ഇന്നു മുതൽ കോളേജിൽ പോവാൻ തുടങ്ങുകയാണ്. ആണോ? നന്നായി മോളെ. അല്ലാതെ വെറുതെ ഇവിടെ ഇരുന്നിട്ട് എന്ത് കിട്ടാനാ? പഠിത്തമൊക്കെ കഴിഞ്ഞാ നിനക്കും ഷാനുവിന്റെ കൂടെ നമ്മുടെ ഓഫീസിൽ തന്നെ വർക്കും ചെയ്യാലോ. അവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് ഉമ്മാമ ചിരിയോടെ പറഞ്ഞു. അതിന് അവളും ഒന്ന് പുഞ്ചിരിച്ചു അവരോട് യാത്ര പറഞ്ഞിറങ്ങി. ഷാനു ലേയെ കാത്ത് മുറ്റത്ത് നിൽക്കുകയായിരുന്നു. അവൾ വന്നതും കാറിൽ കയറാനായി നിൽക്കുമ്പോൾ മുഖം വീർപ്പിച്ച് നടന്നു പോകുന്ന ഷാനയെ കണ്ടു. ഷാന, നീ വരുന്നോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അവൾ വരില്ലെന്ന് അറിയാമെങ്കിലും വെറുതെ ഷാനു ചോദിച്ചു. ഞാനില്ലേ, നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി അങ്ങ് പോയാ മതി. ഒരു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ കാറിൽ കയറി സ്പീഡ് കൂട്ടി ഗേറ്റ് കടന്നു പോകുന്നത് ഒരു വേദനയോടെ ഷാനു നോക്കി നിന്നു. എന്തൊക്കെ പറഞ്ഞാലും അവന് തന്റെ കുഞ്ഞു പെങ്ങളെ അത്രയും ഇഷ്ടമാണ്. താൻ അവളുടെ പഠനം മുടക്കുമെന്ന് പറഞ്ഞതിനാണ് ആ ദേഷ്യം എന്നവനെ നന്നായി അറിയാം. അവളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, ഉമ്മയോട് ഒന്ന് ജയിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതാണ്. പക്ഷേ അതവൾക്ക് നല്ല വിഷമമായിട്ടുണ്ടാവും. ഭാര്യയ്ക്ക് വേണ്ടി പെങ്ങളെ തഴഞ്ഞതാണെന്ന് ചിലപ്പോ അവൾക്കും തോന്നിയിട്ടുണ്ടാകാം. ഷാനു, എന്താ ആലോചിച്ചു നിൽക്കുന്നേ? ഗേറ്റിലേക്ക് നോക്കിക്കൊണ്ട് ഡോറും തുറന്ന് കാറിൽ കയറാതെ നിൽക്കുന്ന ഷാനുവിനെ നോക്കി ലിയ ചോദിച്ചു. ഒന്നുമില്ല. അവൻ പെട്ടെന്ന് അകത്ത് കയറി കാർ സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിയിൽ ആദ്യം കുറച്ചു സമയം അവരൊന്നും സംസാരിച്ചില്ല. ഷാനുവിന്റെ മനസ്സിൽ ഉമ്മയ്ക്കും സഹോദരിക്കും തന്നോടുള്ള പിണക്കത്തെ പറ്റിയുള്ള ചിന്തയായിരുന്നെങ്കിൽ ലിയക്ക് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആവുന്നതിന് മുന്നേ കോളേജിൽ പോകേണ്ടി വന്നതിന്റെ ടെൻഷനായിരുന്നു. രണ്ടുപേരും അവരവരുടെ ലോകത്തായിരുന്നതുകൊണ്ട് കോളേജ് വരെ എത്തിയത് എത്ര പെട്ടെന്നാണെന്ന് ഓർത്തുപോയി. ഞാൻ ഇറങ്ങട്ടെ. അവനോട് യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങുമ്പോൾ ഈവനിങ് ഞാൻ തന്നെ വന്ന് പിക്ക് ചെയ്തോളാം എന്നവൻ വാക്കുകൊടുത്തു. ഓ, കല്യാണപ്പെണ്ണെത്തിയോ? ക്ലാസ്സിലേക്ക് കയറി വന്ന ലേയെ നോക്കി കൂട്ടുകാർ ചോദിച്ചു. അവൾ ഒരു ചിരി മാത്രം നൽകി റെനയുടെ അടുത്തായി ചെന്നിരുന്നു. എന്താണ് എന്റെ റെനക്കുട്ടിക്ക് ഞാൻ വന്നിട്ടും ഒരു സന്തോഷമില്ലാത്തത്? അന്ന് വീട്ടിൽ വിരുന്നിന് വന്ന് പോയതിനു ശേഷം റെനയ്ക്ക് ലിയയോട് ചെറിയൊരു പിണക്കമുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ താൻ കോളേജിൽ വരുന്ന കാര്യം പറയാൻ വിളിച്ചപ്പോഴും ഫോൺ എടുക്കാതിരുന്നത്. എങ്കിലും ലിയ അവൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. റെന അത് സീൻ ചെയ്തത് കണ്ടതുമാണ്. ഓ, എനിക്കാരോടും പിണക്കമൊന്നുമില്ലേ? ചുണ്ട് കോട്ടിക്കൊണ്ട് പറയുന്നവളെ ലിയ കെട്ടിപ്പിടിച്ചു. എന്താണ് നിനക്ക് പറ്റിയേ? ഞാൻ കുറച്ചു ദിവസം വരാതായപ്പോ എന്നെ വേണ്ടാതായോ? കള്ളപ്പിണക്കം നടിച്ചുകൊണ്ട് ലിയ പറഞ്ഞതും റെന അവളെ അങ്ങോട്ടും വാരിപ്പുണർന്നു. നീ ഇല്ലാത്ത ഈ ദിവസങ്ങൾ എത്ര ബോറായിരുന്നെന്നോ. നിന്റെ ചളിയടി കേൾക്കാത്ത ഇരിപ്പ് വല്ലാത്ത മടുപ്പായിരുന്നെടി. അയ്യടി, എന്റെ ചളിയടിയോ? കൊള്ളാലോ നീ. റെനയുടെ കവൾ ഒന്ന് നുള്ളിക്കൊണ്ട് ലിയ പറഞ്ഞതും സാറ് വന്നതും ഒരുമിച്ചായിരുന്നു. അതോടെ കളിയെല്ലാം മാറ്റിവെച്ച് രണ്ടുപേരും നല്ല കുട്ടികളായി സാറ് പറയുന്നത് ശ്രദ്ധിച്ചിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മോളെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ? കയ്യിൽ പിടിച്ച് നാണത്തോടെ ചോദിക്കുന്ന റെനയെ
നോക്കി പേടിപ്പിച്ചു ലിയ. നിനക്ക് നാണമില്ലല്ലോ എങ്ങനെയൊക്കെ ചോദിക്കാൻ? ഞാൻ എന്തിനാ നാണിക്കുന്നേ? നാണിക്കേണ്ടത് നീയല്ലേ? റെന അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ചോദിച്ചു. എങ്കിലേ നാണിക്കാൻ ഒന്നുമില്ല. ഞങ്ങള് തമ്മില് അങ്ങനത്തെ ഒരു റിലേഷനും ഇല്ല കേട്ടോ. നീ എന്താണ് പറയുന്നേ? ലിയ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ റെന ചോദിച്ചു. അതേടി, നൂറയുടെ മാരേജ് കഴിയാതെ ഞങ്ങൾക്കും ഇപ്പോ ഒരു ജീവിതം തുടങ്ങാൻ താല്പര്യമില്ല. ലിയ അവരുടെ മുഴുവൻ രഹസ്യങ്ങളും റെനയോട് തുറന്നു പറഞ്ഞു. ഒപ്പം അജാസിന്റെ കാര്യങ്ങളും. നിനക്ക് ആ അജാസിന്റെ കാര്യങ്ങൾ ഷാനുവിനോട് പറഞ്ഞൂടായിരുന്നോ? കുറച്ച് ദേഷ്യത്തോടെയാണ് റെന ചോദിച്ചത്. എടി, ഷാനുവിനെ അവന് വലിയ ഇഷ്ടവും വിശ്വാസവും ഒക്കെയാണ്. അപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാ അവനത് വിഷമമായാലോ എന്ന് വെച്ച് അവന്റെ തോന്നിവാസങ്ങളൊക്കെ സഹിക്കാമെന്നാണോ നീ പറയുന്നത്? ഇതൊക്കെ ഷാനുവിനോട് മറച്ചു വെച്ചതിൽ റെനക്ക് നല്ല എതിർപ്പുണ്ടായി. അങ്ങനെയല്ലടി, നിക്ക്, ഏതുവരെ പോകുമെന്ന് നോക്കാം. ഇനി എന്തെങ്കിലും വിളിച്ചിൽ അവൻ എന്റെ അടുത്ത് കാണിച്ച എന്റെ കൈയിന്റെ ചുട് ഞാൻ അവനെ അറിയിക്കും. റെനക്ക് ലിയ ഉറപ്പു കൊടുത്തു. ലഞ്ച് ബ്രേക്ക് ടൈമിൽ സംസാരിക്കുകയായിരുന്നവർ വീണ്ടും ക്ലാസ്സിൽ കയറി. റെനയുടെ മനസ്സിൽ മുഴുവൻ ലിയ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അവൾക്ക് അജാസ് എന്ന കുരുക്ക് അഴിക്കാൻ പറ്റുമോ എന്നായിരുന്നു റെനക്ക് പേടി. കാരണം റെനക്കറിയാം ലിയ തന്നെ പോലെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആളല്ലെന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ പിന്നെ അത് മതി അവൾക്ക് അന്നത്തെ ദിവസം മുഴുവൻ കരഞ്ഞു തീർക്കാൻ. കുഞ്ഞുനാൾ മുതലുള്ള കൂട്ടായതുകൊണ്ട് തന്നെ റെനക്ക് അവളുടെ എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാവും. ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ അവരെ കാത്ത് കാറിനരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഷാനു. എന്താണ്, കുറെ നാൾ കാണാതിരുന്നതിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? പരസ്പരം കൈകോർത്ത് എന്തൊക്കെയോ സംസാരിച്ച് ചിരിച്ചു കൊണ്ടുവരുന്നവരോട് അവൻ ചോദിച്ചു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ടൊന്നും പറഞ്ഞാൽ ഞങ്ങളുടെ വിശേഷം തീരില്ല അല്ലടി? ലിയയെ ഒന്ന് നോക്കിക്കൊണ്ട് റെന പറഞ്ഞു. എങ്കി ബാക്കി നാളെ പറയാം. ഇനി എന്റെ പെണ്ണിനോട് വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. അതും പറഞ്ഞവൻ ലിയയെ ഒറ്റവലിക്ക് അടുപ്പിച്ച് ചേർത്ത് പിടിച്ചു. എന്നാ ഞാൻ പോണേ, ബസ് ഇപ്പൊ വരും. ഡി, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ ഞാനിപ്പോ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല, ലിയയോട് പറഞ്ഞുകൊണ്ട് റെന ബാഗും തൂക്കി ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടപ്പ് തുടങ്ങി. എന്നാ നമുക്ക് പോയാലോ? വാ കയറ്. രണ്ടുപേരും വീട്ടിലേക്ക് ചെന്നു. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷാനുവിന് ഒരു ഫോൺ വന്നു. ലിയ, ഒരു ഇമ്പോർട്ടന്റ് ഫയൽ ഞാൻ എടുക്കാൻ മറന്നു. ഞാനിപ്പോ അത് എടുത്തോണ്ട് വരാം. അതും പറഞ്ഞവൻ നേരെ ഓഫീസിലോട്ട് പോയി. ലിയ നേരെ അകത്തേക്കും. മുകളിലോട്ടുള്ള സ്റ്റെപ്പ് കയറുന്നതിനിടയിലാണ് അജാസ് അവളെ കണ്ടത്. അവനും അവൾക്ക് പിന്നാലെ ചെന്നു. രാവിലെ മുതൽ ഞാൻ തിരക്കി നടക്കുകയായിരുന്നു. അപ്പോഴാ ആന്റി പറഞ്ഞത് നീ കോളേജിൽ പോയെന്ന്. എനിക്ക് എന്ത് വിഷമമായെന്നോ. ഈ നേരം വരെ ഞാൻ ആ വാതിൽപ്പടിയിൽ കാത്തിരിക്കുകയായിരുന്നു. എന്നെ കാത്തിരിക്കാൻ ഞാൻ നിന്റെ ആരാ? നാണമില്ലല്ലോ ഇങ്ങനെ പിറകെ നടക്കാൻ. ഞാൻ നിന്റെ സഹോദരന്റെ ഭാര്യയാണ്, അതെങ്കിലും ഓർമ്മ വേണം. ഒരൽപ്പം ദേഷ്യത്തിൽ എന്നാൽ ശബ്ദം താഴ്ത്തിയാണ് ലിയ അവനോട് സംസാരിച്ചത്. അതൊന്നും എനിക്കൊരു പ്രശ്നവുമല്ല. അല്ലെങ്കിലും യൂസ്ഡ് ഐറ്റംസിനോടാ എനിക്ക് താല്പര്യം കൂടുതൽ. അതാകുമ്പോ എക്സ്പീരിയൻസ് ഉണ്ടാകുമല്ലോ. വല്ലാത്ത ചുവയോടെ വിരൽ കൊണ്ട് സ്വന്തം ചുണ്ട് ഞെരിച്ചു പറയുന്നവനെ അറപ്പോടെ ലിയ നോക്കി. കൂടുതൽ അവനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ വേഗം മുകളിലേക്ക് കയറിപ്പോയി. അങ്ങനങ്ങ് പോയാലോ? മുറിയിലേക്ക് കടക്കാൻ ഒരുങ്ങിയവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അജാസ് പറഞ്ഞു. അജാസ്, കൈവിട്. അവന്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് ലിയ പറഞ്ഞു. എന്നാൽ അവനാകട്ടെ അവളുടെ കയ്യിലെ പിടുത്തം ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. ലിയക്കാകെ പേടി തോന്നി. ആരെയെങ്കിലും വിളിച്ചു കൂട്ടാനും തോന്നിയില്ല. കാരണം താൻ ഇവനെ അങ്ങോട്ട് കയറി പിടിച്ചതാണെന്ന് വരെ അവർ പറയും എന്നുള്ളത് തന്നെ. നിന്റെ ഈ തക്കാളി ചുണ്ട് ഞാനൊന്ന് രുചിച്ചു നോക്കട്ടെ.
അവളുടെ ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് അവൻ അവ വിരലുകൾ കൊണ്ട് ഒന്ന് ഞരടിക്കൊണ്ട് പറഞ്ഞതും ലിയ മുട്ടുകാൽ ഉയർത്തിക്കൊണ്ട് അവന്റെ പ്രൈവറ്റ് പാർട്ടിൽ ഒരു തൊഴി വെച്ചു കൊടുത്തു. പ്രതീക്ഷിക്കാതെയുള്ള ആ അടിയിൽ അവൻ പിടഞ്ഞുപോയി. അവളിൽ നിന്നും കൈവിട്ട് തന്റെ നാവി പിടിച്ച് കുനിഞ്ഞു നിൽക്കുന്നവനെ ചിരിയോടെ ലിയ നോക്കി നിന്നു. ഡീ, നിന്നെ ഞാൻ... അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് അവൻ പറഞ്ഞതും തല വേദനിച്ചുകൊണ്ടവൾ അവനെ തള്ളി മാറ്റി ഇരു കാരണത്തും മാറി മാറി അടിച്ചു. അതിന് പകരമെന്നോണം അവൻ എന്തെങ്കിലും ചെയ്യും മുൻപേ താഴെ നിന്നും കയറി വരുന്ന ഷാനുവിനെ കണ്ടു. അപ്പോൾ തന്നെ ലിയ റൂമിൽ കയറി കഥ കടച്ചു. നന്നായി കിതച്ചു പോയിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ ഷാനു കണ്ടാൽ എന്തെങ്കിലും ചോദിക്കുമെന്ന് ഭയന്ന് പെട്ടെന്ന് തന്നെ കുളിക്കാൻ കയറി. എന്താടാ ഒരു ചുറ്റിക്കളി? മുന്നിൽ നിന്ന് പരുങ്ങി നിൽക്കുന്ന അജുവിനോട് ഷാനു ചോദിച്ചു. ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. എന്നാ ചെല്ലി, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അതും പറഞ്ഞവൻ റൂമിൽ കയറി. അപ്പോഴാണ് അജാസിന് ശ്വാസം നേരെ വീണത്. തന്റെ പ്രവൃത്തി ഷാനു കണ്ടിരുന്നോ എന്നൊരു പേടിയുണ്ടായിരുന്നു അവന്. കോളേജിൽ നിന്ന് വന്നിട്ട് ഈ സമയമായിട്ടും ഈ പെണ്ണിന്റെ കുളി കഴിഞ്ഞില്ലേ? വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും ഷാനു ഓർത്തു. അവൻ ഷർട്ടൊക്കെ ഊരി മാറ്റി ഒരു ടവൽ മാത്രം ധരിച്ചു. കാരണം ലിയ ഇറങ്ങിയാൽ ഉടനെ അവനും ഫ്രഷ് ആവാൻ കയറുമായിരുന്നു. അപ്പോഴാണ് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടത്. അങ്ങോട്ട് നോക്കിയ അവൻ കാണുന്നത് തല മാത്രം പുറത്തിട്ട് നോക്കുന്നവളെയാണ്. കഴിഞ്ഞെങ്കിൽ ഇറങ്ങു പെണ്ണെ, എനിക്കുമൊന്ന് കുളിക്കണം. അത് പിന്നെ ഷാനു, അവളൊന്ന് പരുങ്ങി. അവനും ഇവളിതെന്താ ഇറങ്ങാതെ എന്ന് നോക്കുകയാണ്. പെട്ടെന്ന് തിടുക്കപ്പെട്ട് കയറിയത് കൊണ്ട് മാറാനുള്ള ഡ്രസ്സ് എടുക്കാൻ മറന്നിരുന്നു അവൾ. അതാണ് പെണ്ണു നിന്ന് പരുങ്ങുന്നതെന്ന് നമ്മുടെ ചെക്കനെ അറിയില്ലല്ലോ. ഷാനു, ആ വാർഡ്രോബിന്ന് എന്റെ ഡ്രസ്സ് എടുത്തു തരുമോ? നാണത്തോടെ അവൾ ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു. അപ്പോ എന്റെ മോള് ഒന്നുമിടാതെയാണോ നിൽക്കുന്നേ? കുസൃതിയോടെ ചോദിക്കുന്നവനെ കണ്ണുരുട്ടി നോക്കിയവൾ. ഈ ഷാനുവിന് ഒരു നാണവുമില്ല. പരാതിയോടെ ലിയ പറഞ്ഞു. അങ്ങനെ നാണം മാറ്റാൻ ഒരവസരം നീ തരാത്തത് കൊണ്ടല്ലേ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നിന്റെ നാണവും മാറ്റിത്തരാം. അങ്ങനെ ഇപ്പൊ മാറ്റണ്ട. തനിക്ക് പറ്റുമെങ്കിൽ എടുത്തതാ, അല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കാം. എങ്കിൽ നീ തന്നെ വന്നെടുക്ക്. വാശിയോടെ പറയുന്നവളോട് അവനും അതേ വാശിയോടെ പറഞ്ഞു. അത് കേട്ടതും അവൾ വാഷ്റൂമിന് പുറത്തു കടന്ന് ഡ്രസ്സ് എടുക്കാനായി ചെന്നു. ഡാർക്ക് മെറൂൺ കളറിലുള്ള മുട്ടപ്പം ഇറക്കമുള്ള ടവലാണ് അവളുടെ വേഷം. മുടി ഉച്ചിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അതിൽ നിന്നും വെള്ളം ഇറ്റു വീഴുന്നുമുണ്ടായിരുന്നു. പുറംതിരിഞ്ഞു നടക്കുന്നവളെ അവൻ നോക്കി നിന്നു. ധൃതിയിൽ ഡ്രസ്സ് എടുക്കുന്നവളെ പിന്നിൽ ചെന്ന് അവൻ തിരിച്ചു നിർത്തി. പിണക്കത്തോടെ മുഖം കയറ്റിവെച്ചാണ് പെണ്ണിന്റെ നിൽപ്പ്. അവൻ വീർത്തു നിൽക്കുന്ന ആ കവിളിൽ ഒന്ന് കുത്തി. അതിഷ്ടപ്പെടാതെ അവൾ കൈ തട്ടി മാറ്റി. കഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളത്തുള്ളികളെ അവൻ കൊതിയോടെ നോക്കി. ഒരു മാത്ര ആ തുള്ളികൾ താനായിരുന്നെങ്കിൽ എന്ന് പോലും അവൻ ആശിച്ചു. കഴുത്തിൽ നിന്നും അങ്ങനെ താഴോട്ട് ചെന്ന് മാറിൻ ചുഴിയിലേക്കൊഴുകുന്ന ആ വെള്ളത്തുള്ളികളെ നാവിനാൽ രുചിക്കാൻ അവന്റെ മനസ്സ് വെപ്രാളപ്പെട്ടു. അടുത്തൊരു തുള്ളി കൂടി താഴോട്ടൊലിച്ചിറങ്ങുന്നത് കണ്ടതും അവയെ താഴോട്ട് കാണാമറിയത്തേക്ക് പറഞ്ഞുവിടാതെ അവൻ നാവിനാൽ കോർത്തെടുത്തു. ആ ചുഴിയിൽ നിന്നും മേലോട്ട് തന്റെ നാവുകൊണ്ട് തഴുകിയലഞ്ഞപ്പോൾ ലിയ പെരുവിരൽ കുത്തി ഒന്ന് ഉയർന്നുപോയി. തലയ്ക്കു പിന്നിൽ കെട്ടിയിട്ടിരിക്കുന്ന ആ മുടികളെ അവൻ വേർപെടുത്തി. മുടികൾക്കിടയിലൂടെ കൈ കടത്തിക്കൊണ്ട് തല പിറകോട്ട് വലിച്ചു പിടിച്ചപ്പോൾ ഉയർന്ന കഴുത്തിലേക്ക് അവന്റെ പല്ലുകളും നാവും ഒരുപോലെ അമർന്നു. കുളി കഴിഞ്ഞിറങ്ങിയതുകൊണ്ടാവണം നല്ല സോപ്പിന്റെയും ഷാമ്പുവിന്റെയും ഗന്ധം അവളിൽ നിറഞ്ഞു നിന്നു. ആ സുഗന്ധത്തിൽ മത്തുപിടിച്ചതുപോലെ അവൻ അവളിൽ ഒന്നുകൂടി അമർന്നു. കഴുത്തിൽ നിന്നും വേർപെടുത്തിയ ചുണ്ടുകളെ അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് ചേർത്തു വെച്ചു. അവന്റെ വിയർപ്പിന്റെ ഗന്ധവും അവളുടെ സോപ്പിന്റെ ഗന്ധവും എല്ലാം കൂടി കലർത്തിക്കൊണ്ട്
അവർ പരസ്പരം മത്സരിച്ച് ചുംബിച്ചു. ഒടുക്കം ശ്വാസം വിലങ്ങുതടി ആഴപ്പോയാണ് അവർ രണ്ടുപേരും പിന്മാറിയത്. അവന്റെ മുഖത്ത് നോക്കാൻ തന്നെ അവൾക്ക് നാണമായി. പെട്ടെന്ന് തന്നെ മാറിയിടാനുള്ള ഡ്രസ്സുമായി അവൾ വാഷ്റൂമിലേക്ക് ഓടിക്കയറി. ഒരു ചിരിയോടെ അവനും അത് നോക്കി നിന്നു. ഷാനു ഉള്ളപ്പോൾ അജാസിന്റെ ശല്യം ലിയക്കുണ്ടായിരുന്നില്ല. എങ്കിലും തക്കം കിട്ടിയാൽ അവളെ അവൻ വെറുതെ വിടാറുമില്ല. അവൾ തല്ലിയത് മുതൽ അവന്റെ ഉള്ളിലെ പക ഒന്നുകൂടി കൂടുതലായി. ഒന്ന് തൊട്ടതിനാ ആ ടേഷ് എന്നെ തള്ളിയത്. അതിനവളെ ഒരു ദിവസമെങ്കിലും ഞാൻ എന്റെ ബെഡ്റൂമിൽ കൊണ്ടുവരും. ഒന്ന് തൊട്ടു നോക്കിയ ആ ദേഹം മുഴുവൻ ഞാൻ അറിയും. എന്റെ കൈയും ചുണ്ടുമെത്താത്ത ഒരിടം പോലും ആ ശരീരത്തിലില്ലെന്നവൾക്ക് മനസ്സിലാക്കി കൊടുക്കും. മുന്നിലുള്ള മദ്യം ഒറ്റ വലിക്ക് കുടിച്ചുകൊണ്ട് അജാസ് പറഞ്ഞു. ഇപ്പോ അവളുടെ തല്ലു മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വെറുതെ എന്തിനാ മോനെ ആ ഷാനുവിന്റെ കൈയിന്റെ ചൂടുമറിയുന്നത്? അജാസിനെ കളിയാക്കിക്കൊണ്ട് ഹരി പറഞ്ഞു. നീ ഒന്നും മിണ്ടാതിരിയടാ. നമ്മുടെ അജു ഒരു പെണ്ണിനെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും അവൻ അവളെ സ്വന്തമാക്കും. അജാസിന്റെ തോളിൽ തട്ടിക്കൊണ്ട് ഹരിയോടായി കിരൺ പറഞ്ഞു. അജാസിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഹരിയും കിരണും. അവന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിൽക്കുന്നവർ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ എന്തിനും കൂടെ ഞാനും ഉണ്ടാവും. ഹരി പറഞ്ഞതും കസേരയിൽ നിന്നും ആടി അജാസ് എഴുന്നേറ്റു. എനിക്കവളെ സ്വന്തമായൊന്നും വേണ്ടടാ. ഒരു ദിവസം, ഒരൊറ്റ ദിവസം മാത്രം മതി എനിക്ക്. എന്നെ തല്ലിയ ആ കൈ കൊണ്ട് തന്നെ പ്ലീസ് എന്നെ വിടണേ എന്ന് കൈ കൂപ്പിക്കൊണ്ട് പറയിക്കും ഞാൻ. ചുവന്ന കണ്ണുകളോടെ വെറിയോടെ പറയുന്നവനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു കൂടെയുള്ളവരും. നമുക്ക് പൊക്കാടാവളെ. അവള് കോളേജിൽ പോകുന്നുണ്ടല്ലേ പറഞ്ഞത്? തിരിച്ചു വരുന്ന വഴിയോ പോകുന്ന വഴിയോ എപ്പോഴാണെന്ന് പറഞ്ഞാ മതി. അവളെ പൊക്കി ഇവിടെ എത്തിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. കിരണിന്റെ മുത്തശ്ശന്റെ ഇപ്പൊ പ്രവർത്തിക്കാത്ത ഒരു മില്ലായിരുന്നു അത്. കാട്ടിനുള്ളിലുള്ള ആ സ്ഥലത്താണ് ഇടയ്ക്കിടയ്ക്ക് മൂവരും കൂടാറ്. ഇടയ്ക്ക് പല പെണ്ണുങ്ങളും കൂടി കാണും. ഒന്നെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരെ സ്നേഹം നടിച്ചോ, അല്ലെങ്കിൽ പണത്തിനായി സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്നവരെയോ ആരെങ്കിലും. പക്ഷെ ഇന്നിപ്പോ ആരുമില്ല. ആരും വേണ്ടെന്നും ഇനി ഒരു പെണ്ണിനെ തൊടുന്നെങ്കിൽ അത് ലിയ ആയിരിക്കുമെന്നും ശപഥമെടുത്തിരിക്കുകയാണ് അജാസ്. ആ ഷാനു ആണ് അവളെ ഡ്രോപ്പ് ചെയ്യുന്നതും പിക്ക് ചെയ്യുന്നതും ഒക്കെ. അതിന് ഒരു ദിവസം നീ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് തടയേ. പിന്നെ വേണ്ടതെന്നാന്ന് വെച്ചാ ഞങ്ങള് ചെയ്തോളും. അജാസിന്റെ കയ്യിൽ ഒരു ഗ്ലാസ് കൂടി മദ്യം നൽകിക്കൊണ്ട് ഹരി പറഞ്ഞു. അത് വാങ്ങിക്കൊണ്ട് അവരെ നോക്കി ക്രൂരമായി ഒന്ന് ചിരിച്ചവൻ അവളെ എങ്ങനെയും ഇവിടെ എത്തിക്കും എന്ന കണക്കുകൂട്ടലുകളുടെ ഒന്ന് അട്ടഹസിച്ചവൻ. ഒപ്പം അവന്റെ രണ്ട് കിങ്കരന്മാരും. ഈ സമയം തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനകൾ ഒന്നും അറിയാതെ ഉറക്കം തൂങ്ങി പഠിക്കുകയായിരുന്നു ലിയ.